ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എന്നെപ്പോലെ മടിയുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കല്ലേ. ഞാൻ എടുത്തിരിക്കുന്ന 750 ഗ്രാം ചിക്കനാണ്. ഒരു സവാള നീളത്തിലരിഞ്ഞത്, 3 പച്ചമുളക്. ഇനി വേണ്ടത് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ. ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും, 2 ടേബിൾ സ്പൂൺ കസൂരി മേത്തി. ഇത് മിക്സ് ചെയ്യരുത് കേട്ടോ. ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് പിഴിയാം. അതും കൂടി ആയിക്കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിതിലെ ചിക്കൻ മസാല ആഡ് ചെയ്യാൻ മറന്നുപോയതാണ് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് 10 മിനിറ്റെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ എടുക്കുക, ബട്ടർ ചൂടാക്കുക, 3 ഏലക്ക, 1 തക്കോലം, 2 ഗ്രാമ്പൂ, 2 പട്ട, ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനില്ലേ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുക. ഇനി ഞാൻ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. എനിക്കിവിടെ ചിക്കൻ വേവാനെടുത്തത് ഒരു 20 മിനിറ്റാണ് കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലത്തും ചിക്കൻ്റെ വേവ് അതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ ഇങ്ങനെ അത്യാവശ്യം ചിക്കൻ വെന്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ നമുക്കിനി ആഡ് ചെയ്യേണ്ടത് മല്ലിച്ചപ്പാണ്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിച്ചപ്പിൻ്റെ പൊടിയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് വേണ്ടത്ര വരട്ടിയെടുക്കണം കേട്ടോ. അപ്പം എനിക്കിത്രയും മതി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇത്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ വീണ്ടും കാണാം.